ഒറ്റ പോയിന്റിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ വട്ടത്തിൽ പൂട്ടുകയാണ് പ്രിയങ്ക ഗാന്ധി. ഇന്നലെയാണ് പ്രിയങ്ക നിലമ്പൂരിന്റെ ഉപതെരഞ്ഞെടുപ്പിനായിട്ട് കളം നിറഞ്ഞാടിയത്. എന്നാൽ കോൺഗ്രസ് ഇതൊരു വലിയ അവസരമായിട്ടാണ് കാണുന്നത്. വെറുതെ നാലാളെ കൂട്ടിക്കൊണ്ട് കരുത്ത് കാട്ടാനല്ല സത്യത്തിൽ ദേശീയ നേതാവായ പ്രിയങ്കയെ കേരളത്തിൽ എത്തിച്ചത്. പകരം അതിനു പിന്നിലെ രാഷ്ട്രീയ സമവാക്യം വളരെ വലുതാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒന്നാം ഘട്ടം CPM അവർക്ക് നേരെ വരുന്ന അമ്പിനെ വഴിതിരിച്ചു വിടുകയായിരുന്നു. നിലമ്പൂരിൽ രാഷ്ട്രീയം സംസാരിച്ചാൽ വിജയിക്കാൻ ആവശ്യമായ യാതൊരു ആയുധവും തങ്ങളുടെ കയ്യിലില്ല എന്നറിയാവുന്നത് കൊണ്ടാണ് CPM മറ്റു പല വഴികളിലൂടെയും UDF-നെ തകർക്കാനും തളയ്ക്കാനും നോക്കിയത്. അതിന് കുറച്ച് മാധ്യമപ്പടയെയും ഒപ്പം കൂട്ടി. ലീഗും പാണക്കാടും UDF-നൊപ്പം ചേരില്ല എന്ന് പറഞ്ഞു പരത്തി. UDF കൺവെൻഷനിൽ ഹജ്ജിന് പോയ സാദിഖ് അലി ശിഹാബ് തങ്ങൾ വന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ പരിപാടി CPM ചെയ്തത്. തീർന്നില്ല. ഹിന്ദു മഹാസഭയെ ഒപ്പം കൂട്ടിയവർ പറയുകയാണ് ജമാഅത്തെ ഇസ്ലാമി വർഗീയ സംഘടനയാണ്, അവരെയാണിപ്പോൾ വോട്ട് പെട്ടിയിലാക്കാനായി UDF കൂടെ കൂട്ടിയത് എന്ന്. പ്രചരണം രണ്ടാം ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ CPM വഴി തിരിച്ചുവിടുന്നതാണ് ഈ പറഞ്ഞത്. ഇനി മൂന്നാം ഘട്ടത്തിലേക്ക് തിരിഞ്ഞപ്പോൾ 15 വയസ്സുകാരൻ പന്നിക്കണിയിൽ ഷോക്കേറ്റ് മരിച്ചത് UDF-ന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയായിരുന്നു എന്ന് പറഞ്ഞു വരുത്തി. അതായത് കോൺഗ്രസുകാർ ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുകയായിരുന്നു. ഇനി നാലാം ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ പെട്ടി വിവാദത്തെ ആളിക്കത്തിക്കാൻ ശ്രമിച്ചു. മാങ്കൂട്ടത്തിലിനെ അഹങ്കാരിയാക്കി മുദ്രകുത്തി ഷാഫിയെയും മാങ്കൂട്ടത്തിനെയും തീർക്കാനായിരുന്നു ശ്രമം. ഇവിടെയൊക്കെ സംഭവിച്ചത് മുരടിച്ചുപോയ പിണറായി ഭരണത്തിന്റെ കഴിഞ്ഞ 9 വർഷത്തെ രാഷ്ട്രീയത്തെ പറയാതിരിക്കാൻ CPM-ന് ആയി എന്നുള്ളതാണ് അവരുടെ അജണ്ടയായിരുന്നത്. സ്വരാജിനെ ഇറക്കി പാർട്ടിക്കാരുടെ പ്രീതി പിടിച്ചുപറ്റാനും സാധിച്ചു. ഇവിടെയാണ് പ്രിയങ്കയെ ഇറക്കി കോൺഗ്രസും UDF-ഉം ഒരൊന്നൊന്നര കളി കളിച്ചത്. ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം കൂടിയുണ്ട്. KC വേണുഗോപാൽ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കൊടുക്കുന്ന പെൻഷൻ കൈക്കൂലിയാണ് എന്ന് പറഞ്ഞതിനെ തിരിച്ചും മറിച്ചും വീണ്ടും UDF-നെതിരെ തിരിയുകയാണ് CPM ചെയ്തത്. അതിനുള്ളൊരു മറുപടി തന്നെ പ്രിയങ്ക ഗാന്ധി ജനക്കൂട്ടത്തിന് മുമ്പിൽ നൽകി. സർക്കാരിന് തോന്നുമ്പോഴോ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴോ അല്ല പെൻഷൻ നൽകേണ്ടത്. ആ പറച്ചിൽ അതൊരു ഒന്നൊന്നര രാഷ്ട്രീയ പറച്ചിൽ തന്നെയാണ്. കേരള സർക്കാരിന്, പിണറായി സർക്കാരിനെ മുഖമടച്ചു കൊടുക്കുകയായിരുന്നു പ്രിയങ്ക. കേരളത്തിൽ പിണറായിയും കൂട്ടരും കൊണ്ടുവന്നു എന്ന് പറയുന്ന എല്ലാ വികസനത്തെയും ഇല്ലാതാക്കാനും പ്രിയങ്കയ്ക്ക് ഇവിടെ സാധിച്ചു. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത വലിയ ജനക്കൂട്ടം പ്രിയങ്കയെ കേൾക്കാനും കാണാനും ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയം സംസാരിച്ചു എന്നതായിരുന്നു. ഇതോടെ CPM ഊതി വീർപ്പിച്ചു വെച്ചതൊക്കെ ഒരു നിമിഷം കൊണ്ട് പൊട്ടിപ്പോവുകയായിരുന്നു.